എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ബാംഗ്ലൂർ താമസിക്കുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി വരുന്നവർക്കാണെങ്കിലും എന്താ പറയുക, ഈ സിറ്റിയുടെ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ശാന്തമായിട്ടൊരു പ്രദേശത്ത് പോകണം എന്ന താല്പര്യം വരുന്നവർക്കൊക്കെ പോകാൻ പറ്റിയ ഒരു സ്പോട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ബണ്ണാർഘട്ട ബയോളജിക്കൽ പാർക്ക്. പാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ കാട്ടിനുള്ളിലേക്ക് പോകാൻ കുറെ വഴികളുണ്ട് കേട്ടോ. നമുക്ക് ഗവൺമെന്റിന് തന്നെ വാനുണ്ട്, അതേപോലെ ബസ്സുകളുണ്ട്, അതേപോലെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോകണമെങ്കിൽ, പ്രൈവറ്റ് ആയിട്ട് പോകണമെങ്കിൽ അതിന് തക്കവണ്ണം 5 പേർക്കൊക്കെ പറ്റിയ സീറ്റ്, 5 സീറ്റൊക്കെ ഉള്ള അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട്. നമ്മൾ പ്രിഫർ ചെയ്തത് ഈ വണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഇതിന് 4500 രൂപയായിരുന്നു റെന്റ് വരുന്നത്. അങ്ങനെ നമ്മളെ ഈ വണ്ടിയിൽ കയറ്റി അവർ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകും. പോകുന്ന വഴിക്ക് തന്നെ മൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സൂവിലൊക്കെ പോകുമ്പോൾ എന്താണേലും അത് ക്ലോസ്ഡ് ആയിരിക്കും, നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ കാടൊക്കെ ആണെങ്കിൽ, അതായത് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ ഒരു ലെവലിൽ ആനിമൽസ് ഒക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് നമുക്ക് നല്ലതായിട്ട് കണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. പക്ഷെ നമുക്ക് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ, ഫുൾ ക്ലോസ്ഡ് ആയിരിക്കും. എവിടെയും നിർത്തില്ല. എന്തെങ്കിലും ആനിമൽസിനെ കാണുവാൻ നിർത്തും, പക്ഷെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ചൊവ്വാഴ്ച ദിവസം വരരുത്, ചൊവ്വാഴ്ച ദിവസം അവധിയായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ മാനിനെയൊക്കെ കണ്ടിട്ട് നേരെ പിന്നെ യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ നമ്മൾ ഈ ഡ്രൈവറിനോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. പുള്ളിക്ക് അറിയാവുന്നത് ഹിന്ദി ഭാഷയായിരുന്നു. നമുക്ക് അറിയാവുന്ന ഭാഷയിൽ കുറച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അവിടുത്തെ കഥകളൊക്കെ നമുക്കും ചോദിക്കുവാണെങ്കിൽ അവർ പറഞ്ഞു തരത്തുള്ളൂ, അല്ലെങ്കിൽ അവർ മിണ്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ വഴിയിൽ ആദ്യം കണ്ടത് ആനകളെ ആയിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർത്തത് മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. എന്താണല്ലോ, ആനക്കൂട്ടം ഒരു കൂട്ടമായിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു ഫാമിലിയാണെന്ന് തോന്നുന്നു. ആനകളെല്ലാം ഭയങ്കര ഗാംഭീര്യവും പ്രൗഢിയും ഉള്ളതായിട്ടാണ് നമുക്ക് തോന്നിയത്. നല്ല ആരോഗ്യമുള്ള ആനകൾ കാട്ടിലിങ്ങനെ വിഹരിച്ച് നടക്കുന്നതുകൊണ്ടായിരിക്കണം. പിന്നെ നമ്മൾ നേരെ വന്നപ്പോൾ കണ്ടത് കരടിയുടെ കൂട്ടമാണ്. അതും എന്താ ഫാമിലി ആയിട്ടാണ് അതും താമസിക്കുന്നത്. കരടിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓരോ വാതിലും ഓരോരോ കരടികൾ ഇങ്ങനെ പോകുന്നതും ഇറങ്ങുന്നതൊക്കെ കാണാമായിരുന്നു. അങ്ങനെ നമ്മൾ കരടിയും കണ്ട് പിന്നെ നേരെ പോകുന്നത് അടുത്ത സ്പോട്ടിലേക്കാണ്. ഇത് പോകുന്ന എല്ലാ വഴിക്കും നമുക്ക് മൃഗങ്ങളെ, ആനിമൽസിനൊന്നും കാണാൻ കഴിയില്ല. എങ്കിൽ പോലും കാട്ടിലൂടെയുള്ള ഒരു യാത്ര അത് തന്നെ നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടാണ് തോന്നുന്നത്. റോഡൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഒന്നും തന്നെ അവിടെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഈവൻ ഒരു പ്ലാസ്റ്റിക്കിന്റെ കുപ്പി പോലും അവിടെ കണ്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു പ്രത്യേകത, ഓരോ തരത്തിലെ ആനിമൽസിനെ ഓരോരോ പോർഷനായിട്ട് വേർതിരിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കാര്യം ഇതുപോലത്തെ സെല്ലുകൾ നമ്മൾ ഓരോ ഭാഗത്ത് എത്തുമ്പോഴും കാണാൻ കഴിയും കേട്ടോ. ആ ഒരു സെല്ലിന്റെ അവിടെ തന്നെ 2 സെക്യൂരിറ്റിമാരും കാണും. അവർക്ക് താമസിക്കാനായിട്ടും അതുപോലെ ഒരു ഭാഗം കാണും. നമ്മൾ വണ്ടികൾ വരുന്നതനുസരിച്ചിട്ട് മാത്രമായിരിക്കും ഇവര് ഇതിന്റെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ മുന്നിലും പുറകിലും ഒക്കെ ആയിട്ട് കുറെ വാനുകളുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ വന്നപ്പോൾ കണ്ടത് സിംഹങ്ങളുടെ കൂട്ടമായിരുന്നു. ഇത് പെൺസിംഹമാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു ആൺസിംഹം കിടപ്പുണ്ടായിരുന്നു. ഇവര് പിണങ്ങി കിടക്കുവാണെന്ന് തോന്നുന്നു. എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നമ്മൾ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോലും നമ്മളെ നോക്കിയില്ല. അങ്ങനെ ഒരു ചത്തടക്ക പോലെ കിടക്കുമായിരുന്നു. ഇങ്ങനെ നമ്മൾ വീണ്ടും സിംഹത്തിന്റെ സ്പോട്ടിൽ നിന്നിട്ട് വീണ്ടും നമ്മൾ പോന്നു. ഇങ്ങനെ മുന്നിൽ വണ്ടി നിർത്തിയിട്ടാൽ അതിൻ്റെ അർത്ഥം അവിടെ എന്തോ കാണാൻ വേണ്ടിയിട്ടുണ്ടെന്നാണ്. അവിടെ എന്തോ കാണാൻ വേണ്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പയ്യാണ് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എത്തിയപ്പോൾ വാനുകൾ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നു. നോക്കിയപ്പോൾ എന്താ, നല്ല ഒരു ഗാംഭീര്യമുള്ള ഒരു കടുവ ഇങ്ങനെ നടക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നു. ഇത്രയും ഭാഗത്ത് മാത്രം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്നതിൻ്റെ കൂട്ടല്ല അവിടെ നേരിട്ട് കാണുമ്പോൾ ആ ഒരു കടുവയുടെ ഒരു പ്രൗഢി എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രൗഢിയായിരുന്നു. ഞാൻ ഒരു സൂവിലും ഇങ്ങനത്തെ ഒരു കടുവ ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രയധികം പ്രൗഢിയായിരുന്നു ഈ കടുവയ്ക്ക്. നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു കടുവ. ഈ കടുവയും ഈ ആനിമൽസിനെയും എല്ലാം ഇങ്ങനെ തൊട്ടടുത്ത് കാണുമ്പോൾ ഉള്ള എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നത് കാട്ടിലെ രാജാവിനെ കാണുന്നതിന്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. രാജാവ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര രാജാവ്, ഒരു സിംഹം. എപ്പോഴും മനുഷ്യന്മാർ ഇതുവഴി വണ്ടിയിൽ പോകുന്നത് കണ്ടിട്ടായിരിക്കണം, അതിന് നമ്മളെ കണ്ടിട്ട് വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളെ കണ്ടിട്ടും അതിങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ ഉലാത്തുകയായിരുന്നു. രാജാവട്ടെ തന്റെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി അതിന്റെ സിംഹാസനത്തിന് മുകളിലേക്ക് കയറുകയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഞങ്ങൾ ഒരു അലർച്ച പ്രതീക്ഷിച്ചു, എങ്കിലും അത് ഉണ്ടായില്ല.
പക്ഷേ കുഴപ്പമില്ല, ഞങ്ങൾ ഈ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അതും ഇത്ര അടുത്ത് ഒരു സിംഹത്തിനെ കാണുന്നത്. അങ്ങനെ വീണ്ടും വണ്ടികൾ നീങ്ങി തുടങ്ങി. അതിൻ്റെ പുറകെ ഞങ്ങളും നീങ്ങേണ്ടി വന്നു. അങ്ങനെ രാജാവിനോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് തിരിച്ചു. അവിടെയും ഞങ്ങൾ ഒരു സിംഹത്തിനെ തന്നെയാണ് കണ്ടത്. ഒരു പെൺസിംഹം ഇങ്ങനെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ശാന്തയായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അപ്പോഴാണ് കൂട്ടിൽ കിടക്കുന്ന ഒരു സിംഹത്തിനെ ഞങ്ങൾ ശ്രദ്ധിച്ചത്. എല്ലാ മൃഗങ്ങളും ഇങ്ങനെ ഓപ്പണായിട്ട് കാട്ടിലൂടെ വിലസി നടക്കുമ്പോൾ ഒരു സിംഹത്തിനെ മാത്രം കൂട്ടിലിട്ടേക്കുന്നു. അത് ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് അതിന് എന്തോ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അതിന് ട്രീറ്റ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തിരിച്ചു. പോയ വഴിയിൽ ഒരു വെള്ളക്കടുവയെ കണ്ടു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു വെള്ളക്കടുവയെ കാണുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കടുവയെ കാണുന്നത്. അതും അവിടെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ വേറൊരു പേരും കൂടി ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടി അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ കണ്ടു. ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ വനത്തിനുള്ളിലെ ആനിമൽസിന്റെ കാഴ്ചകളെല്ലാം ഇവിടെ കഴിഞ്ഞു. വീണ്ടും ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇരുന്നതെങ്കിലും ആ ഒരു പോർഷനൂടെ ആനിമൽസിന്റെ കാഴ്ചകൾ കഴിഞ്ഞ് ഇനി നമ്മൾ എക്സിറ്റ് ഗേറ്റിലൂടെ പുറത്തേക്ക് പോകാനാണ് പോകുന്നത്. 1 തൊട്ട് 2 മണിക്കൂർ വരെയാണ് കേട്ടോ നമുക്ക് ഈ വനത്തിനുള്ളിൽ സ്പെൻഡ് ചെയ്യാൻ കഴിയുക. ഈ പോകുന്നത് എക്സിറ്റ് ഗേറ്റിലേക്കാണ്. പക്ഷേ എക്സിറ്റ് ഗേറ്റ് കഴിഞ്ഞാലും അവിടെ വീണ്ടും ബട്ടർഫ്ലൈ പാർക്ക്, അതുപോലെ വീണ്ടും ഒരു സൂ, അങ്ങനത്തെ 2 ഐറ്റംസ് കൂടെ നമുക്കവിടെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നവർ കുറച്ച് നേരത്തെ പോയിട്ട് സാവധാനം ഈ കാഴ്ചകളൊക്കെ കണ്ടുവരാം. കാര്യം ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും, നേരിട്ട് വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല തിരക്കായിരിക്കും. ഓരോ ആൾക്കാരും ടിക്കറ്റ് എടുത്ത് ഓരോ വണ്ടി അവൈലബിൾ ആവുന്നതനുസരിച്ചിട്ട് മാത്രമേ നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിടുകയുള്ളൂ. എപ്പോഴും ഈ സിറ്റിയുടെ തിരക്കിൽ നിൽക്കുന്നവർക്ക് ഇത് ഭയങ്കര ആശ്വാസമാണ്. ഞങ്ങൾക്ക് ഒരു തവണയും കൂടെ പോകണമെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായി. അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾ ചെലവഴിക്കുന്ന പൈസ ആവട്ടെ, നിങ്ങളുടെ സമയമാവട്ടെ, ഒന്നും തന്നെ ഒരു നഷ്ടമായിരിക്കില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. അങ്ങനെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടാറ്റാ ബൈ ബൈ.